ഇല്ല, പുതിയതായിട്ടൊന്നും പറയാനില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് ലീഡേഴ്സുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വളരെ കൃത്യമായി ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. ഇനിയിപ്പോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇവിടെ പറയാനുള്ള പ്രധാനമായ വിഷയം ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, SFIയുമായി ബന്ധപ്പെട്ടാണ്. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. SFIO ഇപ്പൊ ഈ പറയുന്ന CMRL കൊടുത്ത കണക്കിൽ 3 ലക്ഷം രൂപ ഓരോ മാസവും അവർക്ക് എന്താ പറയാ, മാസപ്പടിയോ എന്തായാലും പേരെന്നറിയില്ല. പിന്നെ 5 ലക്ഷം രൂപ അവർക്ക് എല്ലാ മാസവും പെൻഷനായിട്ട് കൊടുക്കുന്നു പറഞ്ഞു. എങ്ങനെയാണ് ഈ പെൻഷൻ, എന്താണ് ഈ പെൻഷൻ എന്നുള്ളതൊക്കെ ജനങ്ങൾക്കറിയാം. 8 ലക്ഷം രൂപ അവിടെ കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ മാസം. ഇതെന്തിനാണ് എന്ന് വിശദീകരിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല. എനിക്കിതിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ, കേസുകളൊക്കെ അവിടെ നിൽക്കട്ടെ, കോടതിയോ അവിടെ നിൽക്കട്ടെ, അത് നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. കേരളത്തിലെ ജനങ്ങളോട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? ആ പണത്തിന് കിട്ടിയ 2,72,00,000 രൂപക്ക് GST അടച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. അത് അക്കൗണ്ട് ത്രൂ വരുന്ന എല്ലാ പേയ്മെന്റിനും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എന്തിനാണ് ഈ പണം കിട്ടിയത്? സർവീസ് കൊടുത്തു. എന്താണ് സർവീസ്, എന്ത് സർവീസ് കൊടുത്തു ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് വീണ നേരിടുന്ന പ്രശ്നം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു കമ്പനിയുടെ വരുമാനത്തിനനുസരിച്ച് ആ വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത്. അതിൽ കുറെ ചെലവുണ്ടെങ്കിൽ ഇവർ കള്ള ചെലവാണ് എഴുതിയത്. സർവീസ് എഞ്ചിനീയർമാർക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും SFIOയും ഇൻകം ടാക്സും ചോദിച്ച ചോദ്യം, ആ സർവീസ് എഞ്ചിനീയർമാരുടെ ഡീറ്റെയിൽസ് എവിടെ? അവർക്ക് കൊടുത്ത ശമ്പളം എവിടെ? ആരാണ് നിങ്ങളുടെ സർവീസ് എഞ്ചിനീയർമാർ? സർവീസ് കൊടുത്താലല്ലേ സർവീസിന് പൈസ വാങ്ങുള്ളൂ. അതിന് സർവീസ് എഞ്ചിനീയർമാർ വേണം. ആ എഞ്ചിനീയർമാരുടെ ലിസ്റ്റ് പോയിട്ട് ഒരാൾക്കും 1 രൂപ ശമ്പളമായി നൽകിയത് ചെലവായി കാണിക്കാൻ വീണക്ക് സാധിച്ചിട്ടില്ല. അവിടെയാണ് ഇതിന്റെ വിഷയം. അപ്പോ നമ്മൾ പറയുന്ന, ജനങ്ങൾ പറയുന്ന, സഖാക്കള് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്ത് സർവീസാണ് കൊടുത്തത്? ആ സർവീസ് കൊടുത്തത് ഇതുവരെ വ്യക്തമാക്കാൻ ഈ പറയുന്ന വീണയുടെ കമ്പനിക്കുള്ള തൊഴിലാളികൾ ആരാണ്, എഞ്ചിനീയർമാർ ആരാണ്, അതിനുള്ള ഒരു ലിസ്റ്റ് എവിടെയില്ല. അങ്ങനെ ശമ്പളം കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പണം വാങ്ങിയത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം. അത് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട്. കോടതി കേസ് പോട്ടെ, കേരളത്തിലെ സഖാക്കളോട് പറയാൻ ബാധ്യതയുണ്ട്. അതിപ്പോഴും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ കഴിയുമോ. ഇപ്പൊ 4ാം വാർഷികത്തിന്റെ ആഘോഷം നടക്കുക. എത്ര കോടിയായി ഇടിച്ചു പൊളിക്കുന്നത്? 15 കോടി രൂപ ഹോർഡിങ്. നിങ്ങൾക്കറിയാം, വലിയ ഹൈവേയിലൊക്കെ നമ്മൾ കാണുന്ന ബോർഡുകൾക്കാണ് ഹോർഡിംഗ് എന്ന് പറയാം. ആളുകൾക്ക് പെട്ടെന്ന് ഹോർഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടാവും. അപ്പൊ 15 കോടി രൂപയുടെ 600 ഹോർഡിങ്ങുകൾ, വലിയ എന്താ പറയാ, പരസ്യ ബോർഡുകൾ വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രം, മറുഭാഗത്ത് മരുമകന്റെ ചിത്രം. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും നിഷ്കാസിതനായി എന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ ഈ ബോർഡുകൾ വെച്ചാണ് നമ്മൾ പരസ്യം കൊടുക്കല്. ആ ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ നമ്മളെ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ ഒരു 10 രൂപ ദിവസത്തിന് കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 74 ദിവസമായി പട്ടിണി സമരം നടത്തുന്നത്. ഇന്നലെ മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടല്ലോ, താൽക്കാലിക ജീവനക്കാർക്ക് 5% കൂട്ടിക്കൊടുക്കാണ്. വളരെ സന്തോഷം. 5% അല്ല, അവർക്ക് 25% കൂട്ടണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അവരുടെയും വേതനം വളരെ കുറവാണ്. അത് നൽകുമ്പോൾ പോലും എന്താണ്, വാശി പോലെ 5 പൈസ ഈ പറയുന്ന തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന നമ്മുടെ സഹോദരിമാർക്ക് കൂട്ടിക്കൊടുക്കില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഇത്രയും തൊഴിലാളി വിരുദ്ധ മുതലാളി പാർട്ടിയായി CPM മാറി. അതാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലത്തെ ചർച്ച, 1ാം ഘട്ട ചർച്ച കോൺഗ്രസ് ലീഡർഷിപ്പുമായി കഴിഞ്ഞു. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. വളരെ സ്നേഹപൂർവ്വം, വളരെ ഗൗരവപൂർവ്വം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്. പിണറായി സത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചാണ്. അതിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രത്യക്ഷമായി പിണറായി സത്തിനെതിരെ ഒരു പോരാട്ടം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണഗണങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതിനുള്ള ചില കാര്യങ്ങൾ മറുപടി അവർ നൽകിയിട്ടുണ്ട്. അവർക്കിനി UDF ലീഡർഷിപ്പുമായി സംസാരിക്കണം, കോൺഗ്രസ് ലീഡർഷിപ്പുമായി സംസാരിക്കണം. അതിനുശേഷം അതിന്റെ മുകളിൽ ഒരു തീരുമാനമുണ്ടാകും. ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞു, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിലമ്പൂരിൽ പിണറായിസം അവസാനിക്കണം.
അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ജനവികാരമായി മാറണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ രാജിവെച്ചത്. എനിക്ക് എന്തിനാ രാജിവെക്കേണ്ട കാര്യം? തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ UDF-ന് ഒപ്പം ചേരാനുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അല്ല, പൊതുവായിട്ടുള്ള അതാ പറഞ്ഞത്. അത് ഒരു എന്താ പറയാ, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. അതിലെ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ആ ചർച്ചയെക്കുറിച്ച് ഇത്രേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ നിലമ്പൂരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിന് വേണ്ടി ജനങ്ങളോട് നമ്മൾ തുറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ വികസനവുമായി എന്തൊക്കെ തടസ്സങ്ങളാണ്. 16, 21 ഗവൺമെന്റിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 21, 26 ഗവൺമെന്റിൽ മുഹമ്മദ് റിയാസ് മരുമകൻ അധികാരത്തിൽ വന്നതിന് ശേഷം എന്നെ തടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് റിയാസ് എങ്ങനെയാണ് തടയിട്ടത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ. നിങ്ങളൊന്നും കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. അപ്പോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതേ അല്ല. റിയാസ് അധികാര കേന്ദ്രമായി മാറിയതിനു ശേഷം എന്നെ തടുക്കുക എന്നതിന് ആദ്യമായിട്ട് റിയാസ് ഉപയോഗിച്ചത് നിലമ്പൂരിലെ 21, 26 വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്താണ് മാർഗം? ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം, അവിടെ നടന്ന മുഴുവൻ പണികളും 16, 21 നടന്നാണ്. 21, 26 ശേഷം 5 പൈസ നിലമ്പൂരിലേക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കാത്ത വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ, സർക്കാരിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരോട്, സഖാക്കളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അത് വിശദീകരിക്കുക തന്നെ ചെയ്യും. പിണറായിസവും റിയാസും പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടുന്ന ആ ഏകാധിപത്യ കുടുംബാധിപത്യ രാഷ്ട്രീയം നിലമ്പൂരിൽ തുറന്നു കാട്ടപ്പെടും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നതിന് ഏറ്റവും മുന്നിലുണ്ടാവുക പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളും ആയിരിക്കും. കാരണം അവർക്ക് പലതും അറിയാം. അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇന്നലെ AKG സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. CPM-ന്റെ ചരിത്രത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, നാഷണൽ സെക്രട്ടറി ബേബി ഒരു കാഴ്ചക്കാരനായി കയ്യും കെട്ടി ഇങ്ങനെ ഒരു 4 ആൾ അപ്പുറത്ത് നിൽക്കുക. എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്, അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു? കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച്. അത് സ്വാഭാവികമായും കോൺഗ്രസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് ഒരു ലൂസിലെ ഷർട്ടാണ്, അതിൽ ഇങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയ MA ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി, നിസ്സഹായനായി, സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിന്റെ നായകൻ ആ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര വേദനയോടുകൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക? അതെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? അത് ഇന്ന് ചർച്ചയല്ലല്ലോ. അത് ഏറ്റവും വലിയ ചർച്ചയാക്കേണ്ട വിഷയമല്ലേ? മറ്റൊരു സ്ഥലത്ത് തിരക്കേ ഉണ്ടാക്കിയിട്ടുള്ളൂ. MA ബേബിക്ക് തിരക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് MA ബേബി മൗനം ഭജിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം. ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് സംസ്ഥാനത്തിന്റെ CPM-ന്റെ എല്ലാ ശേഷികളും അടക്കി ഒതുക്കി അതിന്റെ ഒരു കരാള ഹസ്തം സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ അകത്ത് പിണറായിസത്തിന് ഏറാൻ മൂളുന്നവർക്കല്ലാതെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വായ തുറക്കാൻ ശേഷിയില്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ കഴിഞ്ഞു. ലോക്കൽ സെക്രട്ടറി പിണറായിയാണ്, ഏരിയ സെക്രട്ടറി പിണറായിയാണ്, ജില്ലാ സെക്രട്ടറി പിണറായിയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് പിണറായിയാണ്, സംസ്ഥാന സെക്രട്ടറി പിണറായിയാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായിയാണ്, സംസ്ഥാന പോളിറ്റ് ബ്യൂറോ പിണറായിയാണ്. ഇപ്പൊ ഒന്നിനും പറ്റാത്ത സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കേരളത്തിലെ ലക്ഷക്കണക്കിന് സഖാക്കളുടെ മുന്നിൽ അപമാനിച്ചു വിട്ടിരിക്കുന്നു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയെ. അതാണ് ഇന്നലെ AKG സെന്ററിൽ കണ്ടത്. നിങ്ങൾ അത് ചർച്ച ചെയ്യൂ. അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ UDF-മായി സഹകരിക്കാൻ തന്നെയല്ലേ തീരുമാനം? ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമാണ്. പിണറായിസത്തെ അവസാനിപ്പിക്കാൻ, കേരളത്തിന്റെ ജനതയെ രക്ഷിക്കാൻ, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനവികാരം, ആ ജനവികാരത്തിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അതിനൊരു ഒരു തർക്കവും കരുതണ്ട. ഇവിടെ PV അൻവറും UDF-ഉമായിട്ടുള്ള വിഷയമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടുക. ഇന്നലെയൊക്കെ വാർത്തകൾ കണ്ടു. അൻവറിന്റെ അഭിമാന പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു അഭിമാനം ഈ വിഷയത്തിലില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ എൻ്റെ എല്ലാ അഭിമാനവും
എന്താ പറയാ എടുത്തെറിഞ്ഞിട്ടാണ് ഈ പിണറായി സത്തിനെതിരെ MLA സ്ഥാനം രാജിവെച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അഭിമാനമില്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. ആ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, കേരളീയരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ, മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമരത്തിന്റെ മുന്നിൽ, ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒറ്റക്കെട്ടായി ഞാനും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ടാകും. ആ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഗോതയിൽ 1ാം നമ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഇന്നലെ കോൺഗ്രസ് നേതാക്കളെ കണ്ടു, ഇന്ന് ലീഗ് നേതാക്കളെ കൂടി കാണുമ്പോൾ UDF ഘടകകക്ഷി ലീഡർഷിപ്പുമായി കാണല് ഞങ്ങളുടെ ഒരു മര്യാദയാണ്. ആ രീതിയിൽ UDF മറ്റു ഘടകകക്ഷികളുമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് ഈ പറയുന്ന ആളുകളെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവുള്ള യോഗം ഉച്ചക്ക് 2 മണിക്ക് CH സെന്ററിൽ CHCയിൽ ചുങ്കത്തറ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ്, അവിടെ നിങ്ങൾക്കറിയാം കേരളത്തിൽ ആദ്യമായിട്ട്